ബാലുശ്ശേരിയിലെ കായികപ്രേമികളുടെ ചിരകാലാഭിലാഷമായ ബാലുശ്ശേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയം കാടുമൂടിക്കിടക്കുന്ന സ്ഥിതിയാണ്. മുൻ മന്ത്രി എ.സി. ഷൺമുഖദാസ് ബാലുശ്ശേരി എം.എൽ.എ. ആയിരുന്ന കാലത്താണ് വൈകുണ്ഠം വയലിൽ പഞ്ചായത്ത് കളിക്കളത്തിനായി സംവിധാനം ഒരുങ്ങിയിരുന്നത്. അദ്ദേഹം അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി പവലിയനും അതിനോട് ചേർന്ന് 5 മുറികളും നിർമ്മിച്ചിട്ട് വർഷം 30 കഴിഞ്ഞു. എന്നാൽ ഇക്കാലം വരെ ഈ സ്റ്റേഡിയം കായിക പ്രേമികൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശാലമായ കളിസ്ഥലത്ത് കാട് നിറഞ്ഞു കിടക്കുകയാണ്. കളിക്കളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലം ഇന്നും സ്വകാര്യ വ്യക്തിയുടെ കൈവശമായതിനാൽ സ്റ്റേഡിയം നിർമ്മാണം പാതി വഴിയിലായിട്ട് വർഷങ്ങളായി. വിശാലമായ സ്റ്റേഡിയത്തിന്റെ കിഴക്കുവശത്ത് പുരുഷൻ കടലുണ്ടി എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1.5 കോടിയോളം രൂപ ഉപയോഗപ്പെടുത്തി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിരുന്നു. നിർമ്മാണത്തിലെ അപാകത മൂലം അതും ഉപയോഗപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ സച്ചിൻ ദേവ് എം.എൽ.എയുടെ വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിരുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം ഇല്ലാത്തതിനാൽ ബാലുശ്ശേരി പഞ്ചായത്തിലെ കായിക പ്രേമികൾ മറ്റ് പഞ്ചായത്തിലെ കളിക്കളങ്ങളെയാണ് പലപ്പോഴും ആശ്രയിക്കുന്നത്. എന്നാൽ ഒരു നാടിന്റെ ചിരകാല സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് അധ്യാപകനായ രാഹുൽ ആവശ്യപ്പെടുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ പഞ്ചായത്ത് സ്റ്റേഡിയം. ഒരുപാട് വർഷങ്ങളായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്, പക്ഷെ എങ്ങും എത്തിയിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. വേണ്ട രീതിയിൽ ഒരു വലിയ കളി നടത്താനുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനുള്ള ഒരു സൗകര്യം ഈ സ്റ്റേഡിയത്തിലില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ നിറയെ വെള്ളം നിറഞ്ഞ് ചളി നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്റ്റേഡിയം മാത്രമാണിത്. വേനൽക്കാലം ചുട്ടുപൊള്ളുന്ന വെയിലിൽ എന്തായാലും കളിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി വൈകുന്നേരങ്ങളിൽ ഒരു വോളിബോൾ ഗ്രൗണ്ടോ കുട്ടികൾ കളിക്കാനുള്ള ഒരു ചെറിയൊരു ഫുട്ബോൾ പോസ്റ്റ് എന്തെങ്കിലും സ്ഥാപിച്ചുകൊണ്ടൊരു ഗ്രൗണ്ടാക്കി ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം വർഷങ്ങളായി ഇതിൻ്റെ പണി നടക്കുന്നു. പിന്നെ തുറന്നു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമായാലും ഷട്ടിൽ കോർട്ടിനും വോളിബോൾ പരിശീലനത്തിനും മാത്രമേ ഇവിടെ സംവിധാനമുള്ളൂ. ഫുട്ബോൾ പ്രേമികൾക്കും ക്രിക്കറ്റ് പ്രേമികൾക്കും പരിശീലനം നടത്താനോ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കാനോ സാധിക്കില്ല. എന്നാൽ വൈകുണ്ഠത്തെ വിശാലമായ സ്ഥലം കെട്ടിയുയർത്തി കളിക്കളമാക്കി മാറ്റിയാൽ പഞ്ചായത്തിലെ കായിക താരങ്ങൾക്ക് ഇവിടെ പരിശീലനം നടത്താൻ സാധിക്കും. നിലവിലുള്ള സ്ഥലം ഡ്രൈവിംഗ് പരിശീലനത്തിനായാണ് ഉപയോഗപ്പെടുത്തുന്നത്. പവലിയന് ചുവട്ടിൽ നിർമ്മിച്ച മുറികൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യൂണിറ്റാക്കി മാറ്റിയിരിക്കുകയാണ് പഞ്ചായത്ത്. ഒരു കളിക്കളം യാഥാർത്ഥ്യമാകാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന ചോദ്യമാണ് ഇന്നും ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.